അപ്പൊ കൃഷ്ണ, കൃഷ്ണയ്ക്ക് ഒന്നുകൂടെ ഒന്ന് പെപ്പിയാകാൻ വേണ്ടി ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ. എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത ഒരു വാക്ക് ഏതാണ്? എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത ഒരു വാക്ക്. ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ എഴുതിയാലും ശരിയാവും. ക്ലൂ തന്നാ അത് തെറ്റല്ലേ? ക്ലൂ പറയുന്നത് തെറ്റല്ലേ? അറിയില്ല. ഞാൻ ക്ലൂ തന്നല്ലോ. ഞാൻ പറഞ്ഞ എന്താണ്? എങ്ങനെ എഴുതിയാലും ശരിയാവാത്ത വാക്ക്. അപ്പൊ ഞാൻ ക്ലൂ പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞു? പറഞ്ഞാ ശരിയാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞു. ക്ലൂ പറഞ്ഞു വരുന്ന തെറ്റല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ ആൻസർ തെറ്റാണ്. ആൻസർ തെറ്റാണ്. ഞാനിങ്ങനെ വളരെ എന്താണ് പറയുന്നത്, ലിബറലായിട്ടാണ് ഇതിന്റെ ക്ലൂ ഒക്കെ പറയുന്നത്. ക്ലൂ ചോദിച്ചാൽ അതിന്റെ ഫുള്ളായിട്ടങ്ങ് പറയും. എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത ഒരു വാക്ക്, അത് തെറ്റ്. തെറ്റെന്ന് എഴുതിയാൽ ഒരിക്കലും ശരിയാകാൻ പോണില്ല. മനസ്സിലായില്ലേ? അല്ല, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ചിരി വരുന്നില്ലല്ലോ. കേറിവാടാ മക്കളയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം. ഗാന്ധർവം സിനിമയിൽ കൽപ്പന ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ്? എ. കൊട്ടാരക്കര ശകുന്തള, ബി. കൊട്ടാരക്കര ക്വാമളം, സി. കൊട്ടാരക്കര സരള. ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു. ഓപ്ഷൻ ബി കൊട്ടാരക്കര കോമളം. എടുത്തിട്ട് പൂട്ടട്ടെ? പൊട്ടിക്കുള്ളൂ. ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു. ഈ സിനിമ എത്ര പ്രാവശ്യം കണ്ടു? കുറേ ടൈം കണ്ടിട്ടുണ്ട്. കുറെ പ്രാവശ്യം കണ്ടു. ഈ ഇടയ്ക്കൊന്നും കണ്ടില്ല, പക്ഷെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് കുറേ ടൈം. പക്ഷെ കൊട്ടാരക്കര ശകുന്തള ആയിരുന്നില്ലേ? ശകുന്തള ക്യാരക്ടർ ചെയ്യാനാണല്ലോ പുള്ളിക്കാരി വരുന്നത്. ഓ, അതാകാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. സരളയോ? സരള ഒട്ടാകാൻ വഴിയില്ല. അപ്പൊ കൊട്ടാരക്കര കോമളം തന്നെ ആയിരിക്കും അല്ലേ? ആണെന്നാണ് ഒരു കൺഫേം. കൺഗ്രാറ്റുലേഷൻസ്, യുവർ ആൻസർ ഈസ് കറക്റ്റ്. 3000 രൂപ സമ്മാനമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തി. അപ്പൊ വീണ്ടും ഞാൻ പറയുന്നത് എന്താണ്? അതാണല്ലോ അതിന്റെ ഒരു ഇത് അല്ലേ? അതൊന്ന് പറഞ്ഞേ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. എങ്ങനെ പറയുന്ന കൃഷ്ണ? അതാണല്ലോ അതിന്റെ ഒരു ഇത്. അതല്ല, മോഡുലേഷൻ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഓക്കെ. കൃഷ്ണ, ഇംഗ്ലീഷിന്റെ വലിയ ആളല്ലേ? അങ്ങനെയൊന്നുമില്ല, അല്ലേ? എന്നാലും ഇംഗ്ലീഷ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോ നമ്മുടെ നായക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? വളരെ പെട്ടെന്ന് പറഞ്ഞു, കാരണം അത് ഇംഗ്ലീഷിലുള്ള ചോദ്യം ആയതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. വെരി ഗുഡ്, താങ്ക് യു സർ. അപ്പൊ കൃഷ്ണ, അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അമ്മയായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ അമ്മ, ഈ നിങ്ങൾക്ക് 3 മക്കളല്ലേ? അതെ സാർ. 3 മക്കളാണ്. അതെ. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറയാൻ പറ്റില്ല സാർ. എനിക്ക് 3 മക്കളും ഒരുപോലെ തന്നെ. ഒരുപോലെ തന്നെ? അതെ. എന്നാലും അങ്ങനെ ആദ്യത്തെ കൺമണിയല്ലേ എപ്പോഴും ഒരു അങ്ങനെ പ്രത്യേകത കാണിക്കാൻ പറ്റൂല സാറ്. എന്താണ് 3 പേരും തമ്മിലുള്ള ഒരു നന്മകൾ, അവരുടെ നന്മകൾ എന്താണ് എടുത്തു പറയാൻ സാധിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറയാൻ പറ്റൂല. 3 പേരും എനിക്കും ഒരുപോലെയാണ്, അവരെന്നെ കാണുന്നതും ഒരുപോലെയാണ്. അത് സത്യം. എന്നാലും ഞാൻ ചോദിക്കുന്നത്, ഇപ്പം കൃഷ്ണയിലുള്ള ഒരു ഗുണം എന്താണ് അമ്മയ്ക്ക് കാണാൻ സാധിക്കുന്നത്? കൃഷ്ണ എന്നെ കൂടുതൽ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിന്? എല്ലാ കാര്യത്തിലും. അല്ല, കൃഷ്ണ പറഞ്ഞു കുക്കിംഗ് അറിഞ്ഞൂടെന്ന് പറഞ്ഞു. അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ കുക്കിങ്ങിന്റെ കാര്യമല്ല സാറ്, സാമ്പത്തികമായി. അപ്പൊ കൃഷ്ണ ഓൺലൈനിൽ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഓൺലൈനല്ല, ഞാൻ ഹോം ട്യൂഷൻസ് എടുക്കുന്നുണ്ട്. ട്യൂഷൻ സെന്ററിൽ പോയിട്ടുണ്ട്. ഇപ്പം കൊറോണ ആയതുകൊണ്ട് ട്യൂഷൻ സെന്റർ ഇല്ല, ഹോം ട്യൂഷൻ വീട്ടിൽ പോയി എടുക്കുന്നുണ്ട്. വീട്ടിൽ പോയി എടുക്കും. അപ്പൊ അത് പറഞ്ഞില്ല, ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ ഇത് അല്ല, അതല്ലാതെ മുമ്പോട്ട് പോകണ്ടേ അല്ലേ? രണ്ടാമത്തെ മകളോ? അത് കല്യാണം കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ മോള് നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ മോളെ കൊണ്ട് കല്യാണം കഴിച്ചത്? വേണ്ടാന്ന് പറഞ്ഞായിരുന്നു സാർ. അവൾക്ക് അതെന്തുകൊണ്ടാ വേണ്ടെന്ന് പറയുന്നത്? പഠിക്കണോന്ന് പറഞ്ഞ് സ്റ്റഡി ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ആയി പോയതാണ് എനിക്ക്, ഈ ഫൈനാൻഷ്യൽ കാരണം. അപ്പൊ ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടു എനിക്ക് തന്നെ പഠിക്കണം എന്ന് തോന്നി. അങ്ങനെ. അപ്പൊ രണ്ടാമത്തെ മോള് കല്യാണം കഴിച്ചു പോയി, കുട്ടികളൊക്കെ ആയി?
രണ്ടാമത് ഗർഭിണിയാണ്. മൂത്ത ഒരു കുഞ്ഞുണ്ട്, പെൺകുഞ്ഞ്. മൂന്നാമത്തെ കുട്ടി അത് ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ ഇപ്പം ഒരു ചെറിയ ജോലിയായിട്ട്. അപ്പോൾ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് അമ്മയുടെയും പിന്നെ കൃഷ്ണയുടെയും വരുമാനം മാത്രമാണ്? അല്ല, സിസ്റ്ററും ഏറ്റവും ഇളയ സിസ്റ്ററും ഉണ്ട്. സിസ്റ്ററും പഠിപ്പിക്കുന്നുണ്ടോ? സിസ്റ്റർ ഒരു ഹോം അപ്ലയൻസസിൽ വർക്ക് ചെയ്യാണ്, കസ്റ്റമർ കെയറിൽ. ഓ, അപ്പം പഠിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, പുള്ളിക്കാരി പഠിക്കുന്നില്ല, പഠിച്ചു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞായിരുന്നു. ഓക്കെ, നടക്കട്ടെ. കാരണം കൃഷ്ണ ഇത്രത്തോളം എന്താണ് ത്യാഗം എടുക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെയില്ല, അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ലൈഫ് മുന്നോട്ട് പോവുക, അതാണ് മെയിൻ നോക്കുന്നത്. ഓക്കെ, കേറി വാടാ മക്കളയിൽ. ഇതാ 4ാമത്തെ ചോദ്യം. മാലിനിയുടെ തീരങ്ങൾ ഒഴുകി വരും പനിനീർക്കാറ്റ്, ആരോടും പറയരുതി സ്നേഹത്തിൻ ജീവരഹസ്യം. ഈ വരികളിൽ തെറ്റുണ്ടോ? എ, 2 ലൈനിലും തെറ്റുണ്ട്. ബി, 1 ലൈനിൽ തെറ്റുണ്ട്. സി, 2 ലൈനിലും തെറ്റില്ല. അത് ഏതൊക്കെയാണെന്നും പറയണം. 2 ലൈനിലും തെറ്റുണ്ട്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് 2 ലൈനിലും. അപ്പൊ എ ആണ് ഉത്തരം നൽകിയിരിക്കുന്നത്. എ ആണ്. 2 ലൈനിലും തെറ്റുണ്ട് എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഒഴുകി വരും എന്നല്ല, തഴുകി വരും എന്നാണ്. സ്നേഹത്തിനല്ല, പ്രേമത്തിന്. പ്രേമിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ കൃഷ്ണയ്ക്ക് പെട്ടെന്ന് ചാടി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റില്ല. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇപ്പഴില്ല. അതെന്താ അങ്ങനെ? അത് ഒന്ന് പ്രേമിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ? പ്രേമം എന്ന് പറയുമ്പോൾ 2ാമത്തെ കാറ്റഗറി അവർ പറയുന്നത് ഫൈനാൻസ് ആണ്. അപ്പോൾ ഫൈനാൻസ് ഇല്ലാത്തവർ പ്രേമിക്കേണ്ട എന്നൊരു അവസ്ഥയാണ് എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ. സോ അപ്പോൾ എന്തായാലും മ്യൂച്വൽ ആയിട്ട് അത് ഡ്രോപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല അണ്ണൻ പൊക്കോ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സ് ആണ്. അല്ല, ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്. അതെ, എല്ലാവരും പണ്ടെന്നവർക്ക് പറഞ്ഞാലൊക്കെ ഇപ്പോൾ ഫോണില്ല, ഒന്നുമില്ല. കാരണം നമ്മളൊരു സൈക്കിളും കൊണ്ട് മെൻസ് കോളേജ് വിടുമ്പോഴത്തേക്ക് അതിൻ്റെ നടയിൽ പോയി ഞാൻ നിൽക്കും. നിന്നിട്ട് ആരെങ്കിലും ഇഷ്ടമുള്ളവർ പോവുകയാണെങ്കിൽ ബെല്ലുണ്ടല്ലോ, ക്രിങ് ട്രിങ് 2 അടി അടിക്കും. ഉണ്ടെങ്കിൽ ആ കുട്ടിയൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, ആ ദിവസം ഹാപ്പി. ഇന്ന് കാലഘട്ടമൊക്കെ മാറി. സ്നേഹിച്ചു, പ്രേമിച്ചു, പക്ഷേ സാമ്പത്തിക പ്രശ്നം വന്നപ്പോഴത്തേക്ക് 2 പേരും പരസ്പരം മാറിയിട്ട് ലെറ്റ് us become good friends എന്ന് പറഞ്ഞ് മാറി. നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന എ 2 ലൈനിലും തെറ്റുണ്ട്. അതിൽ തഴുകി വരും പ്രേമത്തിൻ ജീവരഹസ്യം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. എത്ര വർഷം പ്രേമിച്ചൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ. അതെ, ഒരു ഡ്യൂറേഷൻ 4 മാസം. 4 മാസമല്ല, ഒരു 2 years. 3 years. പിന്നെ എന്തുകൊണ്ടാണ് ആ പയ്യൻ ഇങ്ങനെ ഈ ഫിനാൻസിന്റെ കാര്യം പറയുന്നത്? സ്നേഹത്തിനല്ലേ? കുറേ കാറ്റഗറീസ് വരും. ഫൈനാൻസ് വരും, ജാതി വരും, ജാതകം വരും. ഇപ്പൊ കല്യാണത്തിലോട്ട് കടക്കുമ്പോൾ അതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ആണ്. എനിക്ക് തോന്നുന്നു കൃഷ്ണ കുറച്ചെന്താണ് വളരെ ഡിസിപ്ലിൻഡ് ആണ്. കാരണം എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം, വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എടുക്കും. അതെ, അതല്ലാതെ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യുന്ന ഒരു കുട്ടിയല്ല. എന്ത് ചെയ്യാനാണെങ്കിലും ഇപ്പൊ ചെറിയൊരു കാര്യത്തിനാണെങ്കിലും ഞാനൊരു കുറേ ടൈം തിങ്ക് ചെയ്തെടുത്ത് ശരിയാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എനിക്ക് ഓക്കെ ആവോ, എനിക്ക് കൺവീനിയന്റ് ആവോ എന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അതെ, എനിക്ക് മനസ്സിലായി. നമ്മളിപ്പം വെറും അരമണിക്കൂർ മാത്രമേ ഇതിന് തിരിക്കുന്നുള്ളൂ. എനിക്ക് പെട്ടെന്ന് ഐ ക്യാൻ റീഡ് യുവർ മൈൻഡ്. കാരണം വേറൊന്നുമല്ല, കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പം അതായത് വളരെ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടേ മുമ്പോട്ട് പോകത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേണ്ട, വേറെ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നു, അങ്ങനെ അങ്ങ് പോവാണ്. അതെ, അങ്ങനെയാണ്. അപ്പം 2 ലൈനിലും തെറ്റുണ്ട് എന്ന് പറഞ്ഞു. ഉത്തരം ശരിയാണ്. 4000 രൂപ സമ്മാനമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്.